പ്രിയമുള്ളവരെ, ഞാൻ ഷുക്കൂർ തരുവണ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്ന ഒരു പ്രദേശമാണ് ബാവലി മക്കാം. ബാവലി ദർഗ സ്ഥിതി ചെയ്യുന്ന ബാവലി. അവിടെ മൺമറഞ്ഞു കിടക്കുന്ന മഹാരഥനായ സയ്യദ് ബാവലി തങ്ങളുടെ പേരിൽ നിന്നാണ് ആ പ്രദേശത്തിന് ബാവലി എന്ന പേര് ലഭ്യമായിട്ടുള്ളത്. പിന്നീട് ലോപിച്ച് അത് ബാവലിയായി മാറുകയും ഇന്ന് സാധാരണക്കാർ ബാവലി എന്നാണ് ആ പ്രദേശത്തെ വിളിക്കാറുള്ളത്. കേരളത്തിൻ്റെയും കർണാടകയുടെയും അതിർത്തി പ്രദേശമാണ് ബാവലി. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ ബാവലിയെ പറ്റിയും അവിടെയുള്ള നദിയെ പറ്റിയും സൂചിപ്പിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ വിശ്വാസി സമൂഹം അവിടെ വരുന്ന നേർച്ച ഉറൂസ് അവിടെയുള്ള സംഘാടകരായ ബാവലി പ്രദേശത്തുകാർ നടത്തുകയും വിശ്വാസി സമൂഹം അവരവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി അവിടെ നിരന്തരമായി വരികയും അവരുടെ പ്രാർത്ഥനകൾ നടത്തുകയും കാണിക്ക കൊടുക്കുകയും ചെയ്യുന്നത് പതിവാണ്. അവിടെ നടക്കുന്ന മറ്റൊരു പ്രത്യേകമായ നേർച്ചയാണ് തരുവണക്കാരുടെ ബാവലി നേർച്ച. വയനാട് ജില്ലയിലെ പ്രബലമായ ഒരു പ്രദേശമാണ് തരുവണ. ആ തരുവണയിലുള്ള ഉമറാക്കളും പ്രായമുള്ളവരും യുവാക്കളും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു നേർച്ചയാണ് ബാവലി മക്കാം തരുവണക്കാരുടെ നേർച്ച എന്ന് പറയുന്നത്. പണ്ട് മൊയ്തു ഹാജി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഏതോ തരം ഉദ്ദേശത്തിന് വേണ്ടി ആടിനെ അറുത്തുകൊണ്ട് ഒരു നേർച്ച നടത്തുകയും പിന്നീട് ആ നേർച്ച തരുവണയിലെ ഉമറാക്കൾ പിന്തുടർന്നുകൊണ്ട് എല്ലാ വർഷവും നടത്തുകയും ചെയ്യുന്നു എന്നാണ് ഈ നേർച്ചക്ക് നേതൃത്വം കൊടുക്കുന്ന തരുവണയിലെ മരണപ്പെട്ടുപോയ കൊച്ച മൊയ്തു ഹാജി, കമ്മ അബ്ദുള്ള ഹാജി, PC ഇബ്രാഹിം ഹാജി, പത്തായക്കോടൻ അഹമ്മദ് ഹാജി, മന്നങ്കണ്ടി മജീദ് ഹാജി, ആനാണ്ടി ആലി ഹാജി, കണിയാങ്കണ്ടി ഇബ്രാഹിം ഹാജി തുടങ്ങി പേര് പറഞ്ഞവരും പറയാത്തവരുമായ ഒരുപാട് ആളുകളുടെ വലിയ കൂട്ടായ്മയും പരിശ്രമവും സാമ്പത്തികമായ ഒരു കൂട്ടായ്മയൊക്കെയാണ് ഈ നേർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ വർഷവും ആട്ടിനെ അറുത്തുകൊണ്ട് ആട്ടിറച്ചിയും നെയ്ച്ചോറുമാണ് അവിടെ നേർച്ചയ്ക്ക് നൽകുന്ന വിഭവം. നൂറുകണക്കിന് ആളുകളാണ് ഈ നേർച്ചയിൽ പങ്കാളികളാകുന്നത്. ഈ ബാവലി മക്കാമുമായി ബന്ധപ്പെട്ട ചരിത്രവും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും അതിൻ്റെ സത്യവും കൂടുതലായി കണ്ടുപിടിക്കാനോ അന്വേഷിച്ച് ആ ഒരു അന്വേഷണാത്മകമായ യാത്രയിൽ കൂടുതലായുള്ള ഏതെങ്കിലും വസ്തുതകൾ നിങ്ങൾക്ക് മുമ്പിൽ വെക്കാനോ എനിക്കറിയില്ല. അറിയാവുന്ന ആളുകൾ ഈ വീഡിയോക്ക് താഴെ കമൻ്റായി ഈ ചരിത്രങ്ങളും സത്യങ്ങളും രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് ഉപകരിക്കട്ടെ. ഏതായിരുന്നാലും ഒരുപാട് വിശ്വാസി സമൂഹം അവരുടെ ദൈനംദിന പ്രയാസങ്ങളെ അവിടെ അവതരിപ്പിക്കുകയും അത് അവരുടെ മാനസികമായ ആശ്വാസത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യാഥാർത്ഥ്യം എന്തായിരിക്കട്ടെ, അവിടെ നൂറുകണക്കിന് ആളുകളുടെ തരുവണക്കാരുടെ വിപുലമായ കൂട്ടായ്മയും തരുവണയിലെ പൊതുസമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായ സംഗമമൊക്കെ അവിടെ നടക്കുന്നു എന്നുള്ളത് ഒരു കൂട്ടായ്മയുടെ ഒരു മകുടോദാഹരണം തന്നെയാണ്. ഏതായിരുന്നാലും ഈ നേർച്ചയുടെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും സസ്നേഹം സ്വാഗതം ചെയ്ത് ഈ നേർച്ചയുടെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചരിത്രവും ഒക്കെ അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ.